അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കിയ ഒരു 4 മണി പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് 3 പഴം തൊലി കളഞ്ഞെടുത്തിട്ട് നടു കീറിയെടുത്തതാണ്. അതിക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് നിറച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചിരവിയെടുത്തത്. ഇതിക്ക് ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാര അധികം വേണ്ടോല് അധികം ഇടുക, കുറച്ച് വേണ്ടോല് കുറച്ചിടുക. ഞാൻ കുറച്ച് പഞ്ചസാര ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് മിക്സ് ചെയ്തിട്ട് ഈ പഴത്തേക്ക് നിറച്ചെടുക്കുകയാണ്. ഇത് വൈകുന്നേരം ചക്ക ഉണ്ടേനി ഇവിടെ, അത് മുറിച്ചാൽ നോക്കിയപ്പോൾ അത് പഴുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഏലക്കായിൻ്റെ പൊടിയും ഒന്നും ഇല്ലാതെ ഇപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്ക് നിറക്കണേ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ചട്ടി വെച്ച് ചട്ടിക്ക് 2 ടീസ്പൂൺ നെയ്യ് വെച്ചുകൊണ്ട് അതൊന്ന് അതിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് കുറച്ചധികം സമയം വേവിച്ചെടുക്കുക. ഇതിക്ക് അണ്ടി മുന്തിരി ഏലക്കായിൻ്റെ പൊടി ഒക്കെ ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെ ഇതിക്ക് നിറച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ഈ പച്ച വാട്ടാത്ത തേങ്ങയും ഈ പഞ്ചസാരയും മാത്രം ഈ പഴത്തേക്ക് നിറച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇവിടെ അണ്ടി മുന്തിരിയും ഏലക്കായിൻ്റെ പൊടിയൊന്നും ഇല്ലാതായപ്പോൾ ഞാനിത് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വൈകുന്നേരം ചായക്ക് കൂട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് ആ തേങ്ങ നിറച്ചതിൻ്റെ ബാക്കി തേങ്ങ കൂടി അതിൻ്റെ മേലെ ഇട്ടെടുത്ത് അതും കൂടി കൂട്ടി മുറിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തട്ടിക്കൂട്ടി ഉണ്ടാക്കി നോക്കുക. എല്ലാട്ടും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്നും ഇടാതെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.